എം ജെ അങ്കിൾ, ഇനി ഒരു സലിൽദ റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോ ഒരു ഉഷാർ തോന്നുന്നില്ലേ? ഉഷാർ മാത്രല്ല, അതൊരു എന്താണ് നമ്മുടെ ഹൃദയം. അതെ, അങ്ങനെ ഒരു ബ്ലിസ് നമുക്ക് തരാനായിട്ട് ജഗത് എത്താണ് സലിൽദ റൗണ്ടിൽ ഒരു സൂപ്പർ സോങ്ങുമായിട്ട്. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. നല്ല ടിപ് ടോപ്പ് ആയിട്ടുണ്ടല്ലോ. ജഗദാനന്ദകാരക ചില ആൾക്കാര് ഈ ഷർട്ട് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ അതേ ഷർട്ട് വേറൊരാൾ ഇട്ടാൽ അത്രയും ഫീൽ ചെയ്യില്ല. പക്ഷെ ജഗത്ത് ആ ഷർട്ട് ഇട്ടാൽ അതെ മാച്ച് ആവും നന്നായിട്ട്. ഭയങ്കര ഹാൻസം ആയിരിക്കും. ഭയങ്കര സന്തോഷായി. ഇതുവരെ ഒന്നും കണ്ടില്ല സന്തോഷം. ഇത് പറഞ്ഞപ്പോഴത്തേക്കും കള്ളാ പിടിച്ച് അത് ഇഷ്ടമാണല്ലോ ഇങ്ങനെ കേൾക്കണത്. ആർക്കാണ് ഇഷ്ടമില്ലാത്തല്ലേ ഇങ്ങനെ പറയുമ്പോ. പക്ഷെ സത്യം പറഞ്ഞ കേട്ടോ, നീ എപ്പോഴും വളരെ ശ്രദ്ധിച്ചാണ് അത് ചെയ്യണേ. അത് കറക്റ്റ് ആയിട്ടുള്ള കളറിലുള്ള ഷർട്ടുകൾ സെലക്ട് ചെയ്യുന്നത്, അത് കോസ്റ്റ്യൂമായിട്ട് കൊണ്ടുവരുന്നത്, ഓവറാക്കാത്തത്. അതൊരു എക്സാജറേഷൻ എന്തിലാണെങ്കിലും, ആർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിലും അത്ര നല്ലതല്ല എന്നുള്ള വിശ്വാസമുള്ള ഒരാളായതുകൊണ്ടാണ് എന്റെ കുഞ്ഞിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് കേട്ടോ. വേറൊരു സന്തോഷമുള്ള കാര്യം, എം ജെ സാറിന്റെ ഫേവറേറ്റ് പാട്ടാണ് ജഗത് കുട്ടൻ പാടാൻ പോകുന്നത്. മൈ ഗോഡ്, അതേ മദനോത്സവം എന്ന മൂവിയിലെ സോങ് ഏതായിരിക്കും? അപ്പൊ മിക്കവാറും നീ മായും നിലാവും എൻ ജീവന്റെ കണ്ണീര്. അതാണോ മക്കളെ? അത് തന്നെയാണോ? കൊള്ളാലോ. എന്താ നോക്കിയേ, കറക്റ്റ് ആയിട്ട് വന്നില്ലേ? എന്നെ സമ്മതിക്കണം. അപ്പോ ഡീറ്റെയിൽസ്. മൂവി മദനോത്സവം, വർഷം 1978. യെസ്. പാടിയത് ദാസ് സാറ്, സബിത ചൗധരി മാം, ലിറിക്സ് ONV സർ. യെസ്. ഓക്കെ. എനിക്ക് എന്റെ റിലീസ് ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് January 26th, 1978. അത് അത്ര ഓർത്തിരിക്കാൻ കാരണം റിപ്പബ്ലിക് ഡേ. അങ്ങനെ ഒരു ഓർമ്മ. അന്ന് ലീവായിട്ട് അപ്പൊ പോയി കണ്ടു. സ്കൂളിൽ ലീവായിട്ട് അപ്പൊ പോയി കണ്ടതായിരിക്കും ആ സമയത്ത്. യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കണ്ണീരോ
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്റെ ജഗത് കിഷോര ചന്ദ്രശേഖര, എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഈ പാട്ടിന്റെ. താങ്ക് യു. ഈ പാട്ടിന്റെ എന്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ തിയേറ്ററിൽ ഞാൻ വളരെ കൊച്ചാ. ആ സമയത്ത് ഈ സിനിമ ആദ്യമായിട്ട് കാണാൻ പോയത് അന്ന് തൊട്ട് തുടങ്ങിയ, അതായത് 1978 തുടങ്ങിയതാണ് ഈ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം. ഇന്നും അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇമോഷണൽ ആയി പോകും. ഈ പാട്ടിനോടൊരു ബന്ധമുണ്ട്. അപ്പൊ ഈ സോങ്ങിന്റെ സെലക്ഷൻ ആദ്യം ഒരു വലിയൊരു നമസ്കാരം. താങ്ക് യു സാർ. ഭയങ്കര ഫീലാണ് ഈ സോങ്. നമ്മുടെ മലയാളം ഫിലിം സോങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള പല്ലവി അനുപല്ലവി ചരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതൊന്നും അല്ലാതെ പല്ലവി മാത്രം ഒരേ ട്യൂൺ തന്നെ പല ലിറിക്സിൽ ഇങ്ങനെ അതെ, മാറി അതെ, മാറി വരുന്ന അതെ. ഒരു പാട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പൊ ചെമ്മീനിലുള്ള സലിതാടെ പാട്ടുകൾ നോക്കിയാലും നമുക്കറിയാം ഒരു പല്ലവി അനുപല്ലവി ചരണത്തിന്റെ ഘടന ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ലെജൻസ് എന്ന് പറയുന്നത്. ലെജൻസിന്റെ പാട്ട് കേൾക്കാനും അറിയാനും അനുഭവിക്കാനും പാടാനും പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യെസ്. അപ്പൊ ഇതൊരു പാഠപുസ്തകമാണ്. നീ പഠിക്കുകയാണ് എങ്ങനെയാണ് പാടേണ്ടത് എന്നുള്ളത്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പാടുക എന്നുള്ളത്. അധികം ശബ്ദം എവിടെയും ഓപ്പൺ ചെയ്യേണ്ട എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹാർട്ട് ഫെൽറ്റ്, ഹൃദയം തൊടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പാടാൻ പറ്റുന്ന അങ്ങനെയാണ്. ഓക്കെ. നീ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ എന്ന് പാടിയാലും പാട്ട് തന്നെ. ഞാൻ ഓപ്പൺ. നീ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ എന്ന് പാടിയാലും ട്യൂൺ കറക്റ്റ് ആയിരിക്കും. നീ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ. ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്തു? ഇപ്പൊ ഞാൻ ലാസ്റ്റ് പാടിയത് വാട്ട്സ് ദ ഡിഫറൻസ് ഇൻ ഫീലിംഗ്? കുറച്ചും കൂടി സോഫ്റ്റ്. ആ സോഫ്റ്റ് ആണ്. അപ്പോൾ ശരിക്കും ആ പാട്ടിന്റെ ഫീല് ശരിക്കും കൊണ്ടുവരാൻ പറ്റുമല്ലോ. ഓക്കെ. അങ്ങനെ ഒന്ന് പാടിക്കും. പക്ഷേ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ. സസ്റ്റൈനും സോഫ്റ്റ് ആണ്. മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ. നീ പ്രണയത്തിൻ ഹംസഗാനം, നീ അതിലൂറും കണ്ണീർ കണം. ആ മോഡിലാണ് പാടേണ്ടത്. അതാ ഞാൻ പറഞ്ഞ ഹംസഗാനം. അതിങ്ങനെ ഗാനം കേവ് ചെയ്യണം. പഠിക്കേ. ഹംസഗാനം. ഹംസഗാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹംസ എന്ന് പറഞ്ഞ ആള് പാടുന്ന പാട്ടോ? അല്ല. പിന്നെ ഏറ്റവും അവസാനത്തെ പാട്ടാണ്. ഇപ്പൊ ഒരു കവിയുടെ ഹംസഗാനം എന്ന് പറഞ്ഞാൽ ആ കവി എഴുതിയ ഏറ്റവും അവസാനത്തെ ഒരു കവിതയാണ്. ഒരു പാട്ടുകാരനാണെങ്കിൽ അയാൾ ഏറ്റവും അവസാനം പാടിയ. അപ്പൊ ഇതൊരു അവസാനത്തിലേക്കാണോ വരുന്നതെന്നാണ് ആ കഥയുടെ അനുസരിച്ച് പറഞ്ഞില്ലേ. അതിന് ഇംഗ്ലീഷിൽ സ്വാൻ സോങ് എന്ന് പറയും, ഹംസഗാനം. മനസ്സിലായി? അതാണ് ഹംസഗാനം. അതാണ് അങ്ങനെ കേവ് ചെയ്യുമ്പോഴാണ് ആ ഹംസഗാനം ഫീൽ ചെയ്യുന്നത്. ഒരു അവസാനത്തെ ഒരു പാട്ട് പോലെ അത് ഇങ്ങനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പലയിടങ്ങളും വളരെ നന്നായിരുന്നു മോനെ. താങ്ക് യു. താങ്ക് യു. ജഗത് കിഷോർ എന്തോ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടുണ്ടല്ലോ കാണാൻ. താങ്ക് യു. താങ്ക് യു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഷർട്ടും ദ്യുതിക്കുട്ടിയുടെ താങ്ക് യു ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. താങ്ക് യു. അതെ 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 അതെ. ഈ ഡ്രസ് എന്റെ ഖത്തറിലെ രതീഷ് മാമൻ വാങ്ങി തന്നതാണ്. ആണോ? ഓ രതീഷ് മാമൻ അല്ലേ? രതീഷ് മാമോ ഇനിയും പോരട്ടെ ഷർട്ട്. അതെ അല്ലേ? നമ്മുടെ അല്ലേ? നമുക്കും ആവാം. അതെ, ഞാനും ഷർട്ടൊക്കെ ഇടാറുണ്ട്. അപ്പൊ ജഗത് കിഷോര എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു. നന്നായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ MJ പറഞ്ഞ കാര്യം അതിൽ മിസ് ചെയ്തു. ഓപ്പൺ ആയിട്ടാണ് പല ഭാഗങ്ങളും പാടിയത്. പക്ഷേ പാട്ടിന് ട്യൂണൊക്കെ വളരെ കറക്റ്റ് ആണ്. ആ ഫീൽ അങ്ങനെ ഇപ്പൊ MJ പറഞ്ഞ പോലെ പാടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടും നമുക്ക് കേട്ടോ. പിന്നെ ജഗത്തിന്റെ വോയിസിൽ കുറച്ച് ഒരു കാറ്റുണ്ട്. അല്ലാതെ തന്നെ കാറ്റുണ്ട്. പക്ഷെ ഇന്ന് ഇത്തിരി വോയിസ് തുറന്നിട്ടുണ്ട്.
നേരത്തെ ഉള്ളതിനേക്കാളും കേട്ടോ. ചില സമയത്ത് വോയിസ് അടഞ്ഞു പോകും. എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ് ആയിട്ട് കൂടുതൽ പാടാൻ നോക്കുമ്പോൾ വോയിസ് ക്രാക്ക് വീഴുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിച്ച സ്ഥലങ്ങളാണ് നീ ഒരു പൂവിൻ മൗനഗാനവും ചരണത്തിൽ തുടങ്ങിയ നീയും, നീ ഒരു വാക്കും. അവിടെ 2 സ്ഥലത്തുനിന്ന് ക്രാക്കായി വോയിസ്, അല്ലേ? കട്ടായി, വോയിസ് കട്ടായി പോയി. അപ്പൊ അതൊന്ന് ആ വോയിസ് പ്രാക്ടീസ് ചെയ്തൊന്ന് കുറച്ചും കൂടി ബോൾഡാക്കി എടുത്തിട്ട് അപ്പൊ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പാടാനും പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ബോൾഡായിട്ട് പാടുന്ന സ്ഥലത്ത് ബോൾഡായിട്ട്, ഹസ്കി ആയിട്ട് പാടുന്ന സ്ഥലത്ത് ഹസ്കി ആയിട്ടും പാടാൻ പറ്റും. ഇതിപ്പോ ടോട്ടലി ഇന്നിപ്പോ പാടിയപ്പോ ഈ പാട്ടിന് പതിവിലും വിപരീതമായി ഇന്ന് കുറച്ച് ഓപ്പൺ ആയിരുന്നു കേട്ടാ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഇഷ്ടപ്പെട്ടു, പാടിയത് നന്നായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തോന്നുന്നു. ഓക്കെ, ഓക്കെ. ജഗത് കുട്ട, എന്തോ ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു. ഈ ഒരു റൗണ്ടിന് പറ്റിയൊരു പാട്ട് തന്നെ ജഗത് കുട്ടൻ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊരു വലിയൊരു കയ്യടി. പിന്നെ അധികം സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ലേ പാട്ടിൽ? ഇല്ല, സിമ്പിളായിട്ട് പാടി അവനാൽ പറ്റുന്ന രീതിയിൽ അവൻ അതിന്റെ ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി സങ്. ചെറിയ ക്രാക്ക് ഉണ്ട്, അതാണ് എനിക്കും തോന്നിയത് ശബ്ദത്തിലുള്ളത്. അത് ടോക്കിംഗ് വോയിസിലും ഉള്ള ഒരു ക്രാക്കാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നതിന് അത് ബെറ്റർ ആയി വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പം താങ്ക് യു. ബ്യൂട്ടിഫുൾ. താങ്ക് യു. അപ്പൊ ജഗത് കുട്ടന്റെ മാർക്ക് അറിയാം നമുക്ക്. ഓക്കെ. ജഗത് കുട്ടന് ഇന്ന് 97 100. താങ്ക് യു. ജഗത് കുട്ടൻ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ. ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ഡുവേറ്റിന്റെ കുറവുണ്ടല്ലോ. ഒരു ഡുവേറ്റ് കേൾക്കാൻ തോന്നുന്നുണ്ടോ? ഈ മൊത്തം സോളോ ആണ്. അതുകൊണ്ട് മീനുട്ടി സോറി എം ജെ അങ്കിൾ. എം ജെ അങ്കിളിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒരു ഡുവേറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഡുവേറ്റിന് എത്താൻ പോകുന്ന ആളാരാന്നറിയോ? അത് കുറച്ചൊരു കൊടും ഭീകരിയായിട്ടുള്ള ആളാണ് വരാൻ പോകുന്നത്. ദക്ഷധാർമ്മികണ്ട്. അത് നമ്മുടെ പാവ ഒരു കുഞ്ഞ്. പക്ഷെ അവന്റെ കൂടെ വരാൻ പോകുന്ന ആളെയാണ് എം ജെ അങ്കിൾ പരിചയപ്പെട്ടിരിക്കേണ്ട ആള്. കാരണം പുള്ളിക്കാരിക്ക് ഒരു ഹോബി ഉണ്ട്. അതുകൊണ്ട് ഡുവേറ്റ് പാടാൻ വിളിക്കുമ്പോൾ നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അതെന്താ വെച്ചാൽ മധുങ്ങളൊക്കെ അറിയാം, നമ്മളൊക്കെ കൊറേ അനുഭവിച്ചതാ അത്. നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു സീസൺ 5-ന്റെ. നമ്മൾ പ്ലക്കർ എന്ന് അവളെ വിളിക്കുക. കാരണം അവക്ക് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ അവൾ ആൾക്കാരുടെ മേത്തെ രോമം പറിച്ചളയോ. ആര്യ ചേച്ചിക്ക് പുരികമല്ലോ ത്രെഡ് ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ പറയണം, ഞാൻ റെഡിയാക്കി തരാം ആളെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും സൂക്ഷിച്ച് കണ്ടൊക്കെ ഇരിക്കുക. ഞാൻ വിളിക്കാൻ പോവാണ് കേട്ടോ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ നീഹാരക്കുട്ടി ആൻഡ് ദക്ഷ ഓൺ സ്റ്റേജ്. ഹായ് സർ. ഹായ് ചേച്ചി. സത്യം പറ, നീ ആരാ? Hey guys. Hello guys. ഹായ് നീഹാര. ഹായ് സർ. ഹലോ ദക്ഷകുട്ട. ഹായ് മാം. സുഖമായിരിക്കുന്നു? യെസ് മാം. എന്തൊക്കെ ഉപദ്രവിച്ചോള്? ഒന്നും ചെയ്തില്ല. എന്തോ ഒരു കുഴപ്പമാ എന്ന് പറഞ്ഞതില്. ഇല്ല, അവനാണ് ഇങ്ങനെ ഓരോരോ പറയുമ്പോ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നെ. കയ്യില് രോമൊക്കെ ഉണ്ടോ ദക്ഷന്? അല്ല ദക്ഷ ഇമിറ്റേറ്റ് ചെയ്തോന്ന് പറഞ്ഞു. കാണിച്ചേ. എന്നെ ഇമിറ്റേറ്റ് ചെയ്തോ? പറയുമ്പോ അത് തന്നെ അതെങ്ങനെയാ? എങ്ങനെയാ? ഒന്ന് കാണിക്കോ? അവളെല്ലാരും ചെയ്യാം പറയുമ്പോ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാ? അതെന്നെയാണ് ഇപ്പൊ കാണിച്ചേ. അതാണ് ഇപ്പൊ കാണിച്ചേ. അതെ, മുന്നേ അവിടെ വെച്ചിട്ട് നിന്നപ്പോ അവിടെ വെച്ച് നിന്നപ്പോ ഓ, പറയുന്ന പോലെ തന്നെ പറയുന്നത്. എന്തായാലും പ്രാക്ടീസിന്റെ സമയം നല്ല ഗംഭീരായിരുന്നു. ഒരു സംശയം. അത് മനസ്സിലായി, നിങ്ങളുടെ വരവ് കണ്ടപ്പോ മനസ്സിലായി. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്നോ ദക്ഷൂട, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്ത് പറയുന്നത് നിഹാര? സന്തോഷം ഇവിടെ വീണ്ടും ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുന്നതിനും പിന്നെ സാറിന്റെ മുന്നിൽ നിന്ന് പാടാൻ പറ്റിയതിലും വളരെ സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആ സീസണിൽ ഉണ്ടായില്ലല്ലോ അല്ലേ? ഞാനും അപ്പൊ അത് സബാഷ്. ഓക്കെ. മരം കയറലൊക്കെ ഉണ്ടോ? ഇപ്പൊ മരത്തിന്റെ മേളിലിരുന്നാട്ടോ പാട്ട് പഠിക്കുക. അതൊക്കെ കേറണ്ടേ? അല്ലല്ല, അതങ്ങനെ വെറുതെ ഹോബിക്ക് കയറിക്കുന്നല്ല. അവക്ക് പാട്ട് പഠിക്കണമെങ്കിൽ പേര് മരത്തിന്റെ മുകളിൽ കയറണോ? ഉയരം കൂടുന്നോറും ചായക്ക് രുചി കയറും പറയണ പോലെ ഉയരത്തിൽ നിന്ന് പഠിച്ച. നീഹാര നന്നായിട്ട് മിമിക്കരുത്. നമ്മുടെ മീനുട്ടനെ ഒന്ന് കാണിച്ച്. അതൊക്കെ ഓൾറെഡി കൊറേ കാണിച്ചതാ. ഞാൻ കാണട്ടെ. ഞാൻ അതാണ് നമ്മുടെ മധു എങ്ങനെ സംസാരിക്കുക?
മധുവങ്ങളും ചെയ്തിട്ടുണ്ട്. മധു സാർ ആ. സത്യം പറ ഇത് പ്ലാൻഡ് അല്ലാത്തോണ്ടാണ് എല്ലാം ഇവിടെ കൊറേ ആ, ചെയ്യും, അതെ, അതെ, എല്ലാവരും അതെ, കൊറേ അതെ. ചെയ്യും. ദാറ്റ് ഇസ് വെരി നൈസ്. താങ്ക് യു സർ. അവിടെ പിന്നെ ഭഗവത്ഗീതയുടെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. സൃജാമ്യഹം. ആര്? അയ്യോ, ആരാണ്? എപ്പോഴൊക്കെയാണോ ധർമ്മം പുറകിലേക്ക് പോകുന്നത്, അധർമ്മം മുന്നിലേക്ക് വരുന്നത്, അപ്പോഴൊക്കെ ഞാൻ പ്രത്യക്ഷപ്പെടും. ആര്? MJ sir. ധാർമ്മികൻ. ആ, ആ. അതാണ്. ധാർമ്മിക, ഏതാണ് പാട്ട്? നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. അത് ഇത്ര ഭയങ്കര ദേഷ്യം എന്താ അതിനകത്ത്? നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായത്. അങ്ങനെയാണോ? കിട്ടിയില്ല, അതിന് ശേഷം പിന്നെ ഒറ്റ ഫ്ലോയില് പറഞ്ഞതാ. ഒന്നുകൂടെ അത് അത്ര റൊമാൻറ്റിക് ആയിട്ട് പറയാ ആ വാക്ക് ഒന്ന് പറഞ്ഞേ. അങ്ങനെ നീഹാരെ നോക്കിയൊന്ന് പറഞ്ഞു. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. അയ്യേ നീ എന്റെ അത് പാട്ടിൽ ശ്രീരാഗമായി. അയ്യേ ഇങ്ങനെയൊന്നുമല്ല. അതിന്റെ ആ വികാരത്തിൽ പറയും, കാണിച്ചു കൊടുക്ക്. ആ ഫീൽഡ് ആ പറയും. നീഹാരൊന്ന് പറഞ്ഞ റൊമാൻറ്റിക് ആയിട്ടൊന്ന് പറഞ്ഞു. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. നീ എന്റെ അയ്യേ. പാട്ടിൽ ഇതാണ് ന്യൂസ് വായിക്കണ പോലെ ഉണ്ടായിരുന്നു. ശരിക്കും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ഇച്ചിരി പതുക്കെയൊക്കെ. നീ എന്റെ പാട്ടിൽ അങ്ങനെ- ആ ഫീൽ വേണം, ഫീൽ. ശരിക്കും ആ നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. ലക്ഷ്കൂടാ ആ, yes sir. സീക്രട്ട് പറഞ്ഞുതരാം. ഇത് പഠിക്കാൻ ബെസ്റ്റ് ആള് ഇപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കണ്ട് പഠിച്ചാൽ മതി. ആര്? ആര്യ എന്നെ ചേച്ചി? അല്ല. ആര്യ ചേച്ചിയോ? അല്ല, അല്ല, എന്നെ അല്ല. അല്ല. അല്ല, അല്ല. മധു ചേട്ടനെയാണ്. ആ. അപ്പൊ അത് എല്ലാം എന്നെ പഠിപ്പിച്ചെന്ന ചേട്ടനാണേ. അപ്പൊ പോരട്ടെ ഡീറ്റെയിൽസ്. സിനിമ നക്ഷത്ര താരാട്ട്, വർഷം 1998, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, മ്യൂസിക് മോഹൻ സിതാര സർ, പാടിയത് യേശുദാസ് സാറും സുജാത മാമും. ഓക്കെ. കഴിഞ്ഞു. എത്ര പെട്ടെന്ന് എല്ലാം അതെ. പെട്ടെന്ന് കഴിഞ്ഞത്. ഉം. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പഠിക്കാം. Thank you, ma'am. All the best. രണ്ടുപേർക്കും all താങ്ക് യു the സർ. best. sir. താങ്ക് യു. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി, മാറോട് ചേരും മൺവീണയായി. താനേ തുളുമ്പും താരാട്ട് പോലെ സ്നേഹാർദ്രമാകും തൂമഞ്ഞ് പോലെ നീ വാ എൻ ചാരേ. നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി, മാറോട് ചേരും മൺവീണയായി.
ഇരുട്ടിൽ കൊളുത്തും പൊൻപൂവേ നിൻ സ്നേഹം മാത്രം. ഉഷസ്സിൽ തുളുമ്പും ഭൂപാളം നിൻ പുണ്യം മാത്രം. പൂമുളം ചില്ലയിൽ പൂനിലാ പക്ഷി പോൽ മൊഴി തേടുന്നു എന്നുള്ളിൽ മൗനം. നീ എൻ്റെ പാട്ടിൽ ശ്രീരാഗമായി മാറോട് ചേരും മൺവീണയായി. താനേ തുളുമ്പും താരാട്ട് പോലെ സ്നേഹാർദ്രമാകും തൂമഞ്ഞ പോലെ നീ വാ എൻ ചാരേ. നീ എൻ്റെ പാട്ടിൽ ശ്രീരാഗമായി മാറോട് ചേരും മൺവീണയായി. നൈസ് നൈസ്. താങ്ക് യു സർ. നിഹാര ദ പ്ലക്കർ. ഇത്ര നന്നായി പാടിയിട്ട് അവസാനം വിളിക്കുന്ന കേട്ടോ പ്ലക്കർ എന്നൊക്കെ. ഞാൻ പക്ഷെ പ്ലക്കർ എന്ന് പറഞ്ഞ വേറൊരു രീതിയിലാണ്. ഉം. യു പ്ലക്ക് ദ സോങ്. താങ്ക് യു സർ. അത് You plucked our hearts. അല്ലേ? താങ്ക് യു സർ. അല്ലേ? Plucked our hearts. അല്ല, ഹൃദയത്തിനെ വെറുതെ തോണ്ടിയ പ്രശ്നമാണ്. പ്ലക്ക് ചെയ്തു ഹൃദയത്തിനെ. പാട്ടിനെ എങ്ങനെ പ്ലക്ക് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലോട്ട് ഇട്ടു. ഇട്ടു. എന്നാലും അങ്ങനെ ആക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇഷ്ടു. യെസ്. ഒത്തിരി ഇഷ്ടു. താങ്ക് യു സർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയാട്ടോ. താങ്ക് യു സർ. ചില ഭാഗങ്ങളൊക്കെ Yes, yes. വളരെ റൊമാൻറ്റിക് അല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ നിഹാരയുടെ പാട്ട് നേരിട്ട് കേൾക്കണത്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാട്ട് നല്ലതാ. താനേ തുളുമ്പും താരാട്ട് പോലെ സ്നേഹാർദ്രമാകും തൂമഞ്ഞ പോലെ നീ വാ എൻ ചാരേ. പാട്ട് നല്ലതാണെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന്. ധാർമ്മികൻ, യെസ് സർ. ധാർമ്മികന് ഇന്ന് ഒരു ഓഫ് ഡേ പോലെ തോന്നിയിട്ടോ എനിക്ക്. ഇന്ന് ഫോമിലല്ല. ഫോമിലല്ല, എന്ത് പറ്റിയാവോ? അറിയൂല സർ. ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചേരേണ്ട കാര്യം എന്താണ്? ശ്രുതി ഫീൽ. ശ്രുതിയാണ് ഏറ്റവും ചേരേണ്ടത്. അത് കഴിഞ്ഞിട്ടല്ലേ ശ്രുതി കറക്റ്റ് ആണെങ്കിലല്ലേ പിന്നെ ഫീൽ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ശ്രുതി കറക്റ്റ് അല്ലാതെ ഫീൽ കൊടുത്താൽ വേറെ മാതിരി ഇരിക്കൂലേ? അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ പാട്ടിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഒരിടത്തിലല്ല, രണ്ടിടത്തിലല്ല, മൂന്നിടത്തിലല്ല. പിന്നെ മൂന്നാമത്തെ ചരണത്തിലാണ്, അതായത് ഉഷസ്സിൻ തുടുമ്പും ഭൂപാളം. ആ ഭൂപാളം വന്നപ്പോഴത്തേക്കും ശ്രുതി ചേർന്നപ്പോ ഒരു സന്തോഷായി. അപ്പോഴത്തേക്കും പാട്ട് തീരാറായി. അപ്പോഴത്തേക്കും പാട്ട് ലാസ്റ്റ് പല്ലവി വന്നിട്ട് അവസാനത്തെ ഹമ്മിങ് അല്ലേ, അവസാനത്തെ ഹമ്മിങ്ങില് നിഹാര അത് ശ്രുതി ചേർത്ത് പാടുന്നുണ്ട്. പക്ഷെ മോനെന്തോ അതിന്റെ കൂടെ പാടുമ്പോഴത്തേക്കും ശ്രുതി ചേരുന്നില്ല. രണ്ടിനും കൂടെ പാടിയപ്പോ ശ്രുതി ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ക്ലാഷ് ഉണ്ടായിരുന്നു. ശ്രുതിയുടെ കാര്യം ഞാൻ പറയണേ, സംഗതിയുടെ അല്ല. അപ്പൊ ദക്ഷ ഒരുപാട് ഫീൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദാസാറ് കൊടുത്തിരിക്കുന്ന എല്ലാ ഫീലും കൃത്യമായിട്ട് കൊണ്ടുവരാനായിട്ട് ദക്ഷ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ശ്രുതിയിലല്ലാത്തതുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. ശ്രുതിയിലല്ലാതെ ഫീൽ കൊടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ പോലായി പോകും. അത് ഇവിടെ സ്ട്രെയിറ്റ് ടു ഹാർട്ട് കൊള്ളേണ്ടത് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകും. ശ്രുതിയാണ് അച്യുതണ്ട്. അവിടെ കിടന്നേക്ക് ഇറങ്ങാൻ പറ്റൂ. അതാണ് വെളിച്ചം. വെളിച്ചമാണ് ഉണ്ണി, കേട്ടോ. അത് ആ വെളിച്ചം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. വീണ്ടും വീണ്ടും ഇപ്പൊ അടുത്ത ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ. അപ്പോ സാരമില്ല, ഒരു ഓഫ് ഡേ. ഓക്കെ, ഇനി ഒരു ഓൺ ഡേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ. നിഹാര, ഞാനും നിഹാര കോറസ് പാടുന്നത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ ഇതുപോലെ സ്റ്റേജിൽ നിന്നിട്ട്. യു ആർ എൻ അമേസിംഗ് സിംഗർ. താങ്ക് യു മാം. സോ ഗുഡ്. താങ്ക് യു മാം. യെസ്. ദക്ഷകുട്ട, എനിക്കും ഇത് തന്നെയാ തോന്നിയത്. ഒരു ചെറിയൊരു ഓഫ് ഡേ, ശ്രുതി ഓഫ് ഡേ, കേട്ടോ. അപ്പൊ ആദ്യം തൊട്ട് ഇങ്ങനെ പിച്ചിന്ന് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടായിരുന്നു. ചെറിയ ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ പിന്നെയാണ് എനിക്ക് നോട്ട് ചെയ്യാൻ തോന്നി. കാരണം എപ്പോഴും ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി അതൊരു ചരണത്തിൽ എത്തിയപ്പോഴത്തേക്കും അതൊന്ന് സെറ്റായി വന്നു. എന്നിട്ട് പിന്നെ അനുപല്ലവി കയറിയപ്പോൾ
പിന്നെയും പോയി ശ്രുതി. അപ്പൊ മൊത്തത്തിൽ ആ ബേസിക് ആയിട്ടുള്ള ആ ശ്രുതിയുടെ കാര്യം ഇതായതുകൊണ്ട് തന്നെ വേറെ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ ഐ തിങ്ക് യു ഷുഡ് ഓൾസോ മാർക്ക് ഇറ്റ് ആസ് ആൻ ഓഫ് ഡേ. ഓക്കെ മാം. കേട്ടോ? ആ. അപ്പൊ കാര്യമായിട്ട് അതേ ഉള്ളൂ. ഞാൻ അത് എല്ലായിടത്തും ഇങ്ങനെ പിച്ച് 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 എന്നാണ് എഴുതിയിട്ടുള്ളത്. കേട്ടോ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ശ്രുതി ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പാടാം. ഓക്കെ മാം. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഒരു പിച്ച് കൊടുത്തോളൂ. കൊടുത്തു ഞാൻ മധുങ്ങൾ കൊടുത്തു. എനിക്ക് കൊടുത്തു കിട്ടി ഒന്ന്. പിച്ച് പിച്ച് പിച്ചെന്ന് അത് അങ്ങോട്ട് കൊടുത്തു. അയ്യോ വേണ്ട. എന്റെ അടുത്ത് ഇങ്ങനെ പിച്ച് 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 എന്ന് പറഞ്ഞപ്പോ ഞാൻ പിച്ച് കൊടുത്തു. പിച്ച് 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 എന്ന് പറയുമ്പോ മധുങ്ങൾ വെച്ച പിച്ച്. നീ ആരാ? എന്താ സർ? ദക്ഷുട്ടാ, നീഹാര നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ലൊരു എന്താ പറയാ, നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടുന്നതില്. താങ്ക് യു സർ. നല്ല ശബ്ദവും. താങ്ക് യു കാര്യം എങ്ങനെയൊക്കെ നടന്നാലും എന്താ പാട്ട് നന്നായിട്ട് പാടുന്നില്ല താങ്ക് യു സർ. കേട്ടോ. ദക്ഷുട്ട, യെസ് സർ. ഇവരൊക്കെ പറഞ്ഞ പോലെ ഇന്ന് ഇത്ര ഫോമിലല്ലായിരുന്നു. തുടക്കം തന്നെ അവിടെ നിന്ന് മുതലേ ശ്രുതി ഇങ്ങനെ പ്രശ്നത്തിലായിരുന്നു. ചരണം എത്തിയപ്പോഴാണ് ഉഷസിൽ തുളുമ്പും ഭൂപാളം, അവിടെ എത്തിയപ്പോഴാണ് ശ്രുതിയിലേക്ക് ആയത്. ആ. അത് കഴിഞ്ഞ് ആ ഭാഗം കഴിഞ്ഞ് പിന്നെ അവസാനം ലാസ്റ്റ് പല്ലിയിൽ വന്നപ്പോൾ വീണ്ടും നീയന്റെ പാട്ടിൽ ശ്രീരാഗമായി കറക്റ്റ് ശ്രുതി ചേർന്നു. നീയന്റെ അത് ആ രണ്ടിൽ ഫസ്റ്റ് ലൈൻസ് ഒക്കെ ശ്രുതി ചേർന്നു. പിന്നെ വീണ്ടും മാറോട് ചേരും മൺവീണയായി അത് ശ്രുതി പോയി, കയ്യിൽ നിന്ന് പോയി. പിന്നെ ഒരുമിച്ച് പാടിയ ഭാഗവും അതൊക്കെയാണ് ശ്രുതിയിൽ. കാരണം ഒരുമിച്ച് പാടിയപ്പോ ദക്ഷകുട്ടന് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു ശ്രുതി. മനസ്സിലായി. കേൾക്കുമ്പോ അത് ആണോ? ഒരു ആ. എന്താ പറയാ, ഉം. ഇങ്ങനെ ഒരുമിച്ച് കേൾക്കുമ്പോ അപ്പൊ അതിന്റെ ഒരു അപ്പൊ ഇതൊക്കെ ഇനി ശീലിക്കണം. Yes. കാരണം ഇനി ഇപ്പൊ ഭാവിയില് പ്രോഗ്രാമിനൊക്കെ പാടുന്നത് ഇന്നിയറിൽ കേട്ടിട്ടായിരിക്കും. വളരെ അപൂർവ ആൾക്കാരാണ് ഇപ്പോ ഈ സ്റ്റേജ് മോണിറ്ററിൽ കേട്ട് പാടുന്നത്. ഇപ്പൊ പുതിയ രീതി അനുസരിച്ച് ഇന്നിയറിലാണ് ഈ പാട്ടൊക്കെ. മനസ്സിലായി. അപ്പൊ നമ്മൾ അത് ശീലിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇന്ന് അത്ര സുഖമായിട്ടുള്ള ഒരു ദിവസം അല്ലായിരുന്നു നമ്മുടെ ദക്ഷകുട്ടന്. അത് ഓരോ ദിവസം പോലെ ഇരിക്കും, ഓരോ സമയം പോലെ ഇരിക്കും. മനസ്സിലായി സർ. അടുത്ത തവണ നന്നായിട്ട് വന്നാൽ മതി. ഓക്കെ, Yes, okay, ശ്രമിച്ചാൽ മതി. ഓക്കെ നീഹാരക്കുട്ടി, കലക്കി. താങ്ക് യു സർ. ഇന്ന് കുറച്ച് കുറവാണ് മാർക്ക്. നെക്സ്റ്റ് ടൈം മേക്കപ്പ് ചെയ്യണം. ഇന്നത്തെ കുറവുകളൊക്കെ നികത്തി നല്ല മിടുക്കനായിട്ട് അടുത്തവണ ഒന്ന് പാടണം. ഓക്കെ, ഓക്കെ സർ. ഇന്ന് കിട്ടിയിരിക്കുന്നത് 95 out of 100. താങ്ക് യു സർ. ദക്ഷകുട്ടാ, ഇത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. അതുകൊണ്ട് മാർക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്കണം കേട്ടോ. Okay, ചേച്ചി. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ താങ്ക് യു ചേച്ചി. ബൈ ചേച്ചി. ബൈ ചേച്ചി. ബൈ.